ബാറ്റിംഗ് വെടിക്കെട്ട് തുടങ്ങിയാൽ പിന്നെ തീപ്പൊരിയായി മാറുന്ന വിരാട് കോഹ്ലിയെയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കാണാൻ സാധിച്ചത്. വിരാടിനെ കൊണ്ട് എങ്ങനെ ഏകദിന ക്രിക്കറ്റിൽ നിന്നുകൂടി വിരമിപ്പിക്കൽ പ്രഖ്യാപിപ്പിക്കാം എന്ന തന്ത്രങ്ങൾ ചിലർ അണിയറയിൽ നടത്തുമ്പോഴാണ് വിരാട് കോഹ്ലിയുടെ ഈ വെടിക്കെട്ട് ഫോം. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും കോഹ്ലിയുടെ പ്രകടനം ക്രിക്കറ്റ് ലോകത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. അവസാനത്തേതും മൂന്നാമത്തേതുമായ മത്സരത്തിൽ കോഹ്ലി ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും ഇന്ത്യക്ക് ജയം നേടാൻ സാധിച്ചില്ല. ഇതോടെ പരമ്പര നഷ്ടമായി. എന്നാൽ പരമ്പര നഷ്ടമായെങ്കിലും 108 പന്തിൽ 124 റൺസ് സ്വന്തമാക്കാൻ കോഹ്ലിക്ക് സാധിച്ചു. കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായതോടുകൂടി ഇന്ത്യ ജയം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയും നഷ്ടമായി. പക്ഷേ ഇപ്പോൾ ആരാധകർക്കിടയിൽ മറ്റൊരു കാര്യം കൂടി ചർച്ചയാവുകയാണ്. എന്തെന്നാൽ മത്സരത്തിനിടെ കോഹ്ലി കുടിക്കാറുള്ള ഒരു ഡ്രിങ്കാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. മത്സരത്തിനിടെ ചെറിയൊരു കുപ്പിയിൽ ഉണ്ടായിരുന്ന ഈ ഡ്രിങ്ക് കോഹ്ലി ഒരൊറ്റ വലിക്ക് അകത്താക്കുകയായിരുന്നു. അതിനുശേഷം മറ്റൊരു എനർജി ഡ്രിങ്കും താരം കുടിക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടായിരുന്നു വിരാട് അത് കുടിക്കുന്നത്. എന്നാൽ പിന്നീട് കോഹ്ലിക്ക് നേരെ വന്ന പന്തുകൾ പറവറക്കുകയായിരുന്നു. ഇത് കണ്ടതോടെയാണ് കോഹ്ലി കുടിച്ച ഡ്രിങ്കിനെ കുറിച്ച് ആരാധകർക്കിടയിൽ ചൂടേറിയ ചർച്ച തുടങ്ങിയത്. ചിലർ അത് റം ആണെന്നും മറ്റു ചിലർ അത് കഷായമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ വിരാട് കോഹ്ലി കുടിച്ച ഡ്രിങ്ക് എന്താണെന്ന് കൃത്യമായി കണ്ടെത്താനായിട്ടില്ലെങ്കിലും ശരീരത്തിലെ ഊർജ്ജ നഷ്ടം കുറയ്ക്കാനുള്ള പിക്കിൾ ജ്യൂസ് ഷോട്ട് ആണ് അതെന്നാണ് ചിലരുടെ കണ്ടെത്തൽ. ശരീരത്തിലെ പെട്ടെന്നുള്ള ഊർജ്ജ നഷ്ടം പരിഹരിക്കാനായാണ് കായിക താരങ്ങൾ മത്സരങ്ങൾക്കിടെ പിക്കിൾ ജ്യൂസ് ഷോട്ട് കുടിക്കുന്നത്. ഇതുവഴി ശരീരത്തിലെ ഊർജ്ജ നഷ്ടവും തളർച്ചയും കുറയ്ക്കുന്നതിനൊപ്പം പേശിവലിവ് അടക്കമുള്ള പരിക്കുകൾ ഒരു പരിധിവരെ ഒഴിവാക്കാനും കഴിയും. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് താരങ്ങളെല്ലാം ശരീരത്തിലെ ഊർജ്ജ നഷ്ടവും നിർജ്ജലീകരണവും തടയാൻ ഇത്തരത്തിൽ പിക്കിൾ ജ്യൂസ് ഷോട്ടുകൾ മത്സരങ്ങൾക്കിടെ കുടിക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ കോഹ്ലിയും ഫോളോ ചെയ്യുന്നത് എന്നാണ് നിലവിലെ അനുമാനം. സംഗതി എന്തായാലും കോഹ്ലിയും കോഹ്ലിയുടെ ആരാധകരും ഹാപ്പിയാണ്. അത്രമാത്രം മികച്ച ഫോമിലാണ് ഇപ്പോൾ കോഹ്ലി ഉള്ളത്. 45 വയസ്സ് വരെ കോഹ്ലിക്ക് കളിക്കാൻ സാധിക്കുമെന്നാണ് ഒരു മുൻ താരം പറഞ്ഞത്. ക്രിക്കറ്റിനോടുള്ള താരത്തിന്റെ അടങ്ങാത്ത അഭിനിവേശം തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 7 ഏകദിന മത്സരങ്ങൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ കോഹ്ലിയുടെ ഇപ്പോഴത്തെ റേഞ്ച് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7 ഏകദിന ഇന്നിംഗ്സുകളിൽ നിന്ന് 616 റൺസ് നേടിയ കിങ് കോഹ്ലിയുടെ ഏകദിന ആധിപത്യം 123.2 എന്ന അതിശയിപ്പിക്കുന്ന ശരാശരിയിൽ തുടരുകയാണ്. ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യമായി ഈ സ്കോറിനെ കാണുന്നതിലും തെറ്റില്ല. 109.02 എന്ന സ്ട്രൈക്ക് റേറ്റോടെ അദ്ദേഹം തന്റെ സ്ഥാനം വീണ്ടും ദൃഢമാക്കുകയാണ് ഈ ഫോമിലൂടെ ചെയ്യുന്നത്. കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ കണക്കുകൾ അല്പം സങ്കടമുണ്ടാക്കിയേക്കാം. എന്നാൽ വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് രാജാവിന്റെ പ്രകടനം വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകർ ഈ കണക്കുകളിലും കോഹ്ലിയുടെ ഫോമിലും ഡബിൾ ഹാപ്പിയാണ്.